ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ മൃഗസംരക്ഷണ സെമിനാർ നടത്തി. ഓച്ചിറക്കളിയുടെ ഭാഗമായി നടക്കുന്ന കാർഷിക മേളയുടെ ഭാഗമായാണ് സെമിനാർ നടത്തിയത്. മൃഗസംരക്ഷണ മേഖലയിലെ നൂതന സംരംഭങ്ങളും സാങ്കേതിക വിദ്യകളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ഓച്ചിറക്കളിയുടെ ഭാഗമായി നടക്കുന്ന കാർഷിക മേളയുടെ ഭാഗമായാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ മൃഗസംരക്ഷണ സെമിനാർ നടത്തിയത്. മൃഗസംരക്ഷണ മേഖലയിലെ നൂതന സംരംഭങ്ങളും സാങ്കേതിക വിദ്യകളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് കടകംപള്ളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്ര മൈതാനത്ത് 2 ദിവസം ഓച്ചിറക്കളി സംഘടിപ്പിക്കുകയും അതിനുശേഷം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാർഷിക സംസ്കൃതിയിലൂന്നിയ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുമ്പോൾ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 180 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പ്രക്രിയയായിരുന്നു. കാലാകാലങ്ങളിൽ വന്ന ചില ഉദാസീനതകൾ കാരണം ആ കന്നുകാലി പ്രദർശനവും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും ഒക്കെ മൺമറഞ്ഞു പോയെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിലവിൽ ഭരണത്തിലിരിക്കുന്ന ഭരണസമിതി കഴിഞ്ഞ കാലങ്ങളിലെ കുറവുകളെ പറ്റി പഠിക്കുക. എന്നാൽ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല, എല്ലാ പ്രാവശ്യവും ഓച്ചിറക്കളിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. N രവി സ്വാഗതം പറഞ്ഞു. ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി PS വിനോദ്, കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ രമാജി ഉണ്ണിത്താൻ, ശാസ്താംകോട്ട അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ സിനിൽകുമാർ, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. രാത്രിയിൽ 10 മണിക്കോ 11 മണിക്കോ കിടന്നുറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം, ജീവിതത്തിൽ 2-3 മണിക്കൂർ മാത്രം വിശ്രമം മാത്രമുള്ള തൊഴിൽ മേഖല, നല്ലൊരു വേഷം പോലും ഇടാൻ കഴിയാത്ത മേഖല, സ്വന്തം കുടുംബത്തിലെ ഒരു വിശേഷമുണ്ടായാൽ പോലും കൃത്യമായി പങ്കെടുക്കാൻ കഴിയാത്ത മേഖല, അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു മേഖല, അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമേറിയ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു തൊഴിൽ മേഖല ഏതെന്ന് ചോദിച്ചാൽ അത് ക്ഷീര മേഖലയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കൊട്ടിയം CMTC അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പ്രദീപ് KG വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.